welcome back to Car Plans by Dana. Hi, welcome my പിന്നെ അപ്പുചേട്ടൻ്റെ വീട്ടിൽ പോവാനായിട്ട് റെഡിയായിട്ട് നിൽക്കാം. കണ്ടു നോക്കൂ. ഹേ ഗായ്സ്, തിരുവോണ ദിവസത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ളോഗാണ് കേട്ടോ ഇത്. ഒരുപാട് ലേറ്റായി പോയി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. തിരുവോണ പൂക്കളത്തിൻ്റെ വ്ളോഗും അതുപോലെ തന്നെ തിരുവോണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ലേറ്റ് ആയത്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി. ഞാൻ ഗുരുവായൂരമ്പലത്തിൽ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പപ്പനെയും ചിന്തനെയും കൊണ്ടിട്ട് തറവാട്ടിൽ പോയി. അവിടെ കുടുംബക്ഷേത്രത്തിൽ തൊഴിയിപ്പിച്ചു. അങ്ങനെ നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഭണ്ഡാരത്തിൽ പൈസ ഒക്കെ ഇടണം. അതൊക്കെ കഴിഞ്ഞു. ചിന്നു ബേബി ഉണ്ട് കൂടെ. മമ്മി വാ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ചിന്ത ഇങ്ങനെ പൂക്കളത്തിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് പോസ് ചെയ്ത് തരാണ്. അപ്പോൾ കൂടെ പൊപ്പയും ചിന്നു ബേബിയും ഉണ്ട്. അപ്പോൾ ചേട്ടൻ കുറച്ച് തിരക്കിലായിരുന്നു, കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടിട്ട്. ഇടയ്ക്കൊക്കെ വന്ന് ഞങ്ങളിപ്പം വീഡിയോയിലും ഫോട്ടോയിലൊക്കെ നിന്നിട്ടുണ്ട്. ഈ വർഷത്തെ ഓണം ഞങ്ങൾക്ക് ഹസ്ബൻഡിൻ്റെ വലിയച്ഛൻ്റെ വീട്ടിലാണ്, അതായത് പപ്പടയും ചിന്തയുടെയും അപ്പുച്ചേട്ടൻ്റെയും ചിന്നു ബേബിയുടെയും വീട്ടിൽ കേട്ടോ. അപ്പോൾ ഇവിടെ തറവാട്ടിൽ കുറച്ച് നേരം നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അപ്പുച്ചേട്ടൻ്റെ വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ കേട്ടോ. അപ്പോൾ അവർ നല്ല ഹാപ്പിയാണ് കേട്ടോ. അവർക്ക് ഈ ട്രഡീഷണൽ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തറവാട്ടിൽ പോവുക, വലിയച്ഛൻ്റെ വീട്ടിൽ പോവുക, ഇതൊക്കെയാണ് അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് കേട്ടോ. പാപ്പന്മാരുടെയും മേമയുടെ ഒപ്പം അവർ ഫോട്ടോ എടുക്കുകയാണ്. തറവാട്ടിൽ നിന്ന് വേഗം തന്നെ പോന്നു. കാരണം ചേച്ചിയും വലിയമ്മ അവിടെ നല്ല പണിയിലാണ്. ഞാനെത്താൻ ലേറ്റ് ആയിരുന്നു, 11 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എല്ലാ കറികളും പായസം ഉൾപ്പെടെയുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗുരുവായൂരമ്പലത്തിൽ പൂക്കളത്തിൻ്റെ വ്ളോഗൊക്കെ എടുക്കാൻ പോകുന്നതുകൊണ്ട് ലേറ്റ് ആയിരുന്നു ഉറങ്ങാനും. അതുപോലെ തന്നെ എഴുന്നേറ്റിട്ട് ഷൂട്ട് ചെയ്യാൻ വീണ്ടും പോയി. അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഇത് അവരുടെ നൈബർ അച്ചു ആണ് കേട്ടോ. അപ്പോൾ അച്ചു വെറുതെ നമ്മളുടെ കൂടെ വന്ന് ഇരിക്കുന്നതാണ്. ഓൾറെഡി അവൾ സദ്യയൊക്കെ കഴിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാലും ചേട്ടനൊരു ഉരുള വായിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് സദ്യ കഴിക്കുകയാണ്. ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നുള്ള സദ്യ കഴിക്കൽ അതൊരു വേറെ അനുഭവം തന്നെയാണ് അല്ലേ. നമ്മൾ എത്ര ഓർഡർ ചെയ്ത് കഴിച്ചാലും ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചാലും ആ ഒരു ഫീലിംഗ് കിട്ടില്ല. സദ്യയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചേച്ചി അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. സദ്യയൊക്കെ കഴിച്ച് ചേട്ടൻ റെസ്റ്റ് ചെയ്യാണ്. ചേച്ചിയും ഞാനും മക്കളുടെ കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ അവർക്ക് ആ ഗ്ലാസ്സൊക്കെ വെച്ച് കളിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ചിന്തിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഊഞ്ഞാലൊക്കെ കെട്ടി ആടിക്കൊണ്ടിരിക്കുകയാണ് അവർ. അതോടൊപ്പം തന്നെ നമ്മൾ ഫോട്ടോസും റീൽസൊക്കെ എടുക്കുകയാണ്. അങ്ങനെ അവിടെ കുറച്ച് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ തന്നെ എടുത്തു. കാരണം അവിടെ ഫുള്ള് മരങ്ങളൊക്കെ ആയതുകൊണ്ട് ഉള്ള പ്രോബ്ലം ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ലൈറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നോർമൽ ലൈറ്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ ഓരോ പോസിനും ചിന്തയും ചിന്നു ബേബിയൊക്കെ ഇരുന്ന് തരാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഊഞ്ഞാലാട്ടി കൊടുക്കുന്നുണ്ട്, റീൽസ് എടുക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നല്ല ഓർമ്മകളല്ലേ ഇങ്ങനെ ഓണത്തിനുള്ള കളികളും ഫോട്ടോസും ഒക്കെ. അപ്പോൾ ചിന്നു ബേബിനെയും ചിന്തനെയും പിടിച്ചിട്ട് ഞാനിങ്ങനെ റീൽസിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അവർക്കും ഓടണമെന്ന് പറഞ്ഞ് അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്രയേ ഉള്ളൂ തിരുവോണ ദിവസത്തെ വിശേഷങ്ങൾ. അന്ന് പുറത്തൊന്നും പോയില്ല. ഇനി പിറ്റേ ദിവസം അവിട്ടം ദിനത്തിൽ ഞങ്ങൾ ഔട്ടിങ്ങിന് പോയിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ. ഓണത്തിൻ്റെ അന്ന് രാവിലെ മാത്രമേ ഹസ്ബൻഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് പെരിയമ്പലം ബീച്ചിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഞാനും ഹസ്ബൻഡും മക്കളും ചേട്ടനും ചേച്ചിയും മക്കളും പിന്നെ കിച്ചുവും അനിയനാണ് കേട്ടോ. ഡാഡി ഒന്ന് കൈവിട്ട സമയം നോക്കിയിട്ട് ചിൻ്റെ ഓടാണ്. അങ്ങനെ നല്ല ചീത്ത കേട്ടു. അങ്ങനെ കരഞ്ഞപ്പോൾ ചേട്ടൻ പിടിച്ച് നിർത്തി കേട്ടോ. അങ്ങനെ അവർ നല്ല സന്തോഷത്തിൽ ഓടി നടക്കാണ്. പ്രത്യേകിച്ച് അപ്പു ഭയങ്കര ഹാപ്പിയാണ്, ഓടി നടക്കാണ് കേട്ടോ അവിടെ മൊത്തം. കുട്ടികൾക്ക് എല്ലാവരും കൂടി പുറത്തു പോകുന്നതൊക്കെ വലിയ സന്തോഷമല്ലേ, നമ്മൾക്കായാലും അങ്ങനെയാണല്ലോ. അങ്ങനെ എല്ലാവരും ഫോട്ടോസ് റീൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിന്തയും ചിനും കൂടിയിട്ട് വീടുണ്ടാക്കി കളിക്കുകയാണ്. അതിനിടയിൽ അപ്പു ഇടയ്ക്ക് ഓടി വരും, പിന്നെ നേരെ ബീച്ചിൽ ഇറങ്ങും. അങ്ങനെയൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് നടക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് ചേട്ടനും ചേച്ചിയും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. കിച്ചുവാണ് എടുത്തു കൊടുക്കുന്നത്. പപ്പ കടലിൽ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഡാഡിയുടെ കൈയും പിടിച്ച് നടക്കാൻ കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീച്ചിലൊക്കെ പോകാനും അവിടെ കളിക്കാനും ഒക്കെ. ചിന്തയ്ക്കും ഇഷ്ടമാണ്. പക്ഷേ ചിന്ത ഈ പറഞ്ഞ പോലെ ഒരു ബെല്ലും ബ്രേക്കില്ലാതെ ഓടും. അതാണ് പാട്. പപ്പ അങ്ങനെയായിരുന്നു. ഇപ്പോൾ കുറച്ച് ഡീസൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അതാ നമ്മളൊക്കെ നിൽക്കുകയാണ്. കടൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അസ്തമയ സമയമാണ്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മൾ.
അപ്പോൾ ചിന്തയാണെങ്കിൽ ഇത് കണ്ടില്ല, ചാടി ചാടി ചില്ലറ കൈ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കണം. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ അവർ ഓടിപ്പോവും. കടലാണ്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇറങ്ങുന്ന സമയത്തൊക്കെ കൈ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവർക്കറിയില്ലല്ലോ, കുഞ്ഞു കുട്ടികളല്ലേ. അപ്പോൾ ഞാൻ കൂടുതൽ ഇറങ്ങിയിരുന്നില്ല, ഞാൻ ജീൻസൊക്കെ ഇട്ടതുകൊണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. കുറച്ചിറങ്ങി പിന്നെ അങ്ങോട്ട് കയറി. അപ്പോൾ അതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ഹാപ്പിയായി കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ഒരു 6:30-7 മണി ആയപ്പോൾ തിരിച്ചു കേട്ടോ. ഞങ്ങൾ തിരിച്ചു വരുന്നത് വഴി അവിയൂര്, കുന്നംകുളം ഗുരുവായൂർ ഏരിയ ആണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ തറവാടിൻ്റെ അടുത്തായിട്ട് വരും, കുറഞ്ഞൂരൊക്കെ അടുത്തായിട്ട് വരും. അവിടെ ഒരു ചെറിയ ഹോട്ടലുണ്ട്, പാടത്തിനും കായലിനൊക്കെ അടുത്തായിട്ട്. നല്ല വ്യൂ ആണ്, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവും അവിടെ. അപ്പോൾ നമ്മൾ പകലൊരു ദിവസം അവിടുത്തെ വ്യൂ ഒക്കെ ഇടാം. അങ്ങനെ ഞങ്ങൾ പക്കോടയും ചായയും കാപ്പിയും പാലും വെള്ളമൊക്കെ വാങ്ങിച്ച് കഴിച്ച് പോന്നു. അത്രയേ ഉള്ളൂ. ബൈ, സീ യു.